നമ്മൾ ജനറ്റിക് ചില രോഗങ്ങളുണ്ട്. ഇപ്പോൾ ഹീമോഫീലിയ അത് നമ്മൾ ജനറ്റിക് ഡിസീസാണ്. മറ്റത് മൾട്ടി ഫാക്ടോറിയൽ ജനറ്റിക് പ്രിഡിസ്പോസിഷൻ ഉണ്ടെന്ന് മാത്രമേ വരുന്നുള്ളൂ. ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസ് ഒക്കെ. അപ്പോൾ അവിടെ ചില ഫാക്ടേഴ്സ് ഉണ്ടാകും. പ്രൊമോട്ട് വരാൻ പോസിബിലിറ്റി കൂട്ടുന്ന ഒരു ചാൻസ് ഉണ്ടാകും. പക്ഷേ അത് നമ്മളുടെ DNA ആണ്. DNA നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എല്ലാ DNA നമ്മളുടെ ബോഡിയിലെ ജനറ്റിക് കോമ്പോസിഷനിൽ ഈ 46 ക്രോമസോമിലെ എല്ലാ DNA-യും നമ്മൾ അല്ല ഒന്നിച്ച് എക്സ്പ്രസ് ചെയ്യുന്നില്ല. അതിൽ കൂടുതലും സ്ലീപ്പിംഗ് ആയിരിക്കും. അപ്പം നമുക്ക് ഏതിനെ ആക്ടിവേറ്റ് ചെയ്യണം, ഏതിനെ സൈലന്റ് ആക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ജീവിതശൈലിയാണ്. ഇപ്പം എല്ലാത്തിനും അച്ഛൻ്റെ കയ്യിൽ നിന്നും അമ്മയുടെ കയ്യിൽ നിന്നും വന്ന കോപ്പിയുണ്ട് നമുക്ക്. അത് തന്നെ ഒരു ബേസിക് കോപ്പിയുണ്ട്. അതിൽ തന്നെ നമ്മൾ പല ജീൻസും അല്ലെങ്കിൽ DNAസും വർക്കിംഗ് അല്ല. ദേ ആർ ഓൾ ഇൻ ദ സ്ലീപ്പിംഗ് മോഡ്. അപ്പം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും കൊണ്ട് നമ്മൾ ഏതിനെ ഉണർത്തണം, ഏതിനെ ഉറക്കണം എന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റും. ഡയറക്റ്റ് അല്ലെങ്കിലും ഇൻഡയറക്ട്ലി നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ആ ശാസ്ത്ര ശാഖയാണ് നമ്മൾ എപ്പിജെനറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നമ്മുടെ DNA ഒരു ഹാർഡ്വെയർ, ഒരു കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ ആയിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ എപ്പിജെനറ്റിക്സ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലിയാണ് നമ്മളുടെ അതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ആയിട്ട്. ഇപ്പോൾ സോഫ്റ്റ്വെയറിൽ എറർ ഉണ്ടെങ്കിൽ പ്രശ്നം വരും. അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയറിൻ്റെ എറർ കറക്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യും. ഹാർഡ്വെയറിന് കുഴപ്പമൊന്നും ഇല്ലെങ്കിലും സോഫ്റ്റ്വെയറിൽ എറർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയില്ല വൈറസ് കയറി എന്നൊക്കെ പറയുമ്പം വരുന്നത് പോലെ ഈ സെയിം തിങ് തന്നെയാണ് നമ്മുടെ ബോഡിയിലും നമ്മുടെ ജീൻസിലും. നമ്മുടെ ആക്ച്വലി DNA-യും ജീൻസുമാണ് ഓർഡർ കൊടുക്കുന്നത്. പക്ഷേ എങ്ങനെ ഓർഡർ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ. നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് വരുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ന്യൂട്രിഷൻ, അതുപോലെ ആക്ടിവിറ്റി, അതുപോലെ എന്തോ ഒരു ടോക്സിൻ ലെവൽ നമ്മുടെ ബോഡിയിലുണ്ടെന്നാണ്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അസുഖത്തിലേക്ക്, നമുക്ക് ജെനറ്റിക്സ് കിട്ടിയിട്ടുണ്ടെങ്കിലും അസുഖത്തിലേക്ക് പോകണമെന്നില്ല. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.